നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിവെച്ച വിവാദം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആവർത്തിക്കുമോ എന്ന ചോദ്യമാണ് പല കോണിൽ നിന്നും ഉയരുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അത് ഉടനറിയാം. പുതുവർഷത്തെ ആദ്യ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങുമ്പോൾ ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് ക്യാബിനറ്റ് അംഗീകരിച്ചു. 17-നാണ് തുടങ്ങുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ നയപ്രഖ്യാപനത്തിലെ രൂക്ഷ വിമർശനങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വായിക്കുമോ എന്നതാണ് ആകാംക്ഷയായി ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ ഗോവയിലേക്ക് പോയ ഗവർണർ 13-ന് തിരിച്ചെത്തും. വിവിധ വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ സമാഹരിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് തയ്യാറാക്കിയ നയപ്രഖ്യാപന കരടിനാണ് ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. ക്യാബിനറ്റ് ഉപസമിതി ഇനി ഇത് ക്രമപ്പെടുത്തിയ ശേഷം രാജ്ഭവനിലേക്ക് അനുമതിക്ക് അയക്കും. കേരളത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിലും വായ്പാ പരിധി ഉയർത്താൻ അനുവദിക്കാത്തതിലും അടക്കം കേന്ദ്രത്തെ വിമർശിക്കുന്ന ഭാഗങ്ങൾ നയപ്രഖ്യാപനത്തിലുണ്ടെന്നാണ് സൂചന. മുൻ ഗവർണർ കഴിഞ്ഞ ജനുവരിയിൽ 2 ഖണ്ഡിക വായിച്ച് നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കി മടങ്ങിയിരുന്നു. എന്നാലും ഇനിയുള്ള സാധ്യതകൾ എങ്ങനെയാണ്? 1. തനിക്ക് അതൃപ്തിയുള്ള ഭാഗം നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗവർണർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം. 2. നയപ്രഖ്യാപനത്തിൽ ഭേദഗതി വരുത്താൻ നിർദ്ദേശിക്കാം. ഒഴിവാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. വിയോജിപ്പുള്ള ഭാഗങ്ങൾ വായിക്കാതെ വിടാം. മുഴുവൻ വായിച്ചില്ലെങ്കിലും തുടക്കവും ഒടുക്കവും വായിച്ചാൽ നയപ്രഖ്യാപനമെന്ന് കണക്കാക്കും. അതേസമയം ഗവർണർക്ക് അനുകൂലമായി സർവകലാശാല വൈസ് ചാൻസലർ നിയമനവും. സർവകലാശാല വൈസ് ചാൻസലർ നിയമനം ഗവർണർമാരുടെ വരുതിയിലാക്കാനുള്ള UGC കരട് ചട്ടങ്ങളെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഗൂഢപദ്ധതി ഒളിച്ച് കടത്തുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം പോലും ചാൻസലറുടെ മാത്രം അധികാരമാക്കി മാറ്റുന്ന വ്യവസ്ഥകൾ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ലംഘനവുമാണ്. ഗവർണറുടെ പ്രവർത്തനം ക്യാബിനറ്റ് നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണമെന്ന ഭരണഘടനാ കാഴ്ചപ്പാടാണ് തകർക്കപ്പെടുന്നത്. അക്കാദമിക് പരിചയമില്ലാത്തവരെയും VC ആക്കാമെന്ന നിർദ്ദേശം സംഘപരിവാർ അജ്ഞാനവർത്തികളെ എത്തിക്കാനുള്ള കുറുക്കുവഴിയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമാണ് UGCക്ക് അധികാരം. സാധ്യമായ എല്ലാ വഴികളിലൂടെയും എതിർപ്പ് അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. UGC നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും തമിഴ്നാട് നേരിടുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ഭരണഘടന പ്രകാരം വിദ്യാഭ്യാസം കേന്ദ്ര സംസ്ഥാന പൊതുപട്ടികയിലുള്ള വിഷയമാണെന്നിരിക്കെ UGCയുടെ ഏകപക്ഷീയ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.